ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവനയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. നമ്മൾ ഈ വിദേശ യാത്രകളൊക്കെ കുറയ്ക്കണം, അങ്ങനെ ഉള്ള ചില ടിപ്സ് പോലെ നമ്മൾ നമ്മുടെ ലോക്ക്ഡൗൺ കാലത്ത് പറഞ്ഞ പോലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പം നമ്മൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം സംസാരത്തിൽ നമ്മുടെ വിഷയമായി നമ്മൾ കൊണ്ടുവന്നതായിരുന്നു. അതായത് പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവനയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വിദേശയാത്രയെ ലിങ്ക് ചെയ്തുകൊണ്ടും ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വല്ലാതെ സംസാരിച്ചതായിട്ടും വാർത്ത വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും അദ്ദേഹം അതിനുള്ള മറുപടി ഒരിക്കലുമില്ലാതെ പ്രധാനമന്ത്രി തന്നെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. സാധാരണ അങ്ങനെ അദ്ദേഹം മറുപടി കൊടുക്കാറില്ലാത്തതാണ്. അപ്പോൾ അദ്ദേഹം വിദേശയാത്ര ഇങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന് പറയുന്നത് മോദി അതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അത്? അദ്ദേഹം 2 തവണയാണ് രാജ്യത്തോടായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. കാരണം വ്യക്തമാണ്, ഒരു യുദ്ധം നിലനിൽക്കുന്നു, രാജ്യം ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. നിലവിൽ അത്ര രൂക്ഷമല്ലെങ്കിലും കാര്യങ്ങൾ ഈ നിലയ്ക്ക് പുരോഗമിക്കുകയാണെങ്കിൽ സമീപഭാവിയിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണം, ചില സൂചനകൾ ഒക്കെ തന്നത്. അപ്പോൾ അതിലൊന്നാണ് ഈ വിദേശ യാത്രകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകേണ്ട എന്നല്ല, അനാവശ്യമായ വിദേശയാത്രകൾ, ഉദാഹരണം പറഞ്ഞാൽ വിനോദസഞ്ചാരം, പിന്നെ വെറുതെ അവിടെ ഏതെങ്കിലും ബന്ധു വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം എന്ന് കരുതി പോകുന്നത്, പിന്നെ കല്യാണ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി, കാശുള്ളവൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ ചില വ്ളോഗർമാർ, ഇപ്പം അതാണല്ലോ ട്രെൻഡ്, അതെ, വെറുതെ ഇങ്ങനെ യാത്രകൾ, ഒരു ക്യാമറ ഉണ്ടെങ്കിൽ, ഒരു സെൽഫി ക്യാമറ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ കറങ്ങി വീഡിയോ എടുത്ത് ബ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടാക്കാം. അപ്പം അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തൽക്കാലം നിർത്തിവെക്കണമെന്നാണ് കവി ഉദ്ദേശിച്ചത്. ഒരു പ്രയോജനവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ. കാരണം പ്രയോജനമില്ലെന്നല്ല, അത് പോകുന്നവർക്ക് അറ്റ്ലീസ്റ്റ് മാനസിക ഉല്ലാസമെങ്കിലും കിട്ടുന്നുണ്ടാകാം. പക്ഷെ ഇപ്പോ അതിന് പറ്റിയൊരു അവസരമല്ല, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു മാധ്യമത്തിന്റെ പേര് CNBC TV19 എന്ന് പറയുന്ന മാധ്യമം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അതായത് ഇപ്പോൾ നമ്മുടെ സ്വർണം ഇറക്കുമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്യൂട്ടി 15% കൂട്ടി. ഇതേപോലെ വിദേശയാത്രയ്ക്ക് ലെവി ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിൽ വിശദീകരണം കൊടുത്തു. അങ്ങനെ വിദേശയാത്രകൾ വിലക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലെവി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അമിത ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതാണ് നമ്മൾ എല്ലാം ലളിതമാക്കുക, പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നയം എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ അതിനെ പെരുപ്പിക്കുക. ചിലപ്പോ ഈ പറയുന്ന മാധ്യമത്തിന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം, പക്ഷെ അവര് കൊടുത്ത വാർത്തയിൽ വാസ്തവമില്ല. അങ്ങനെ യാതൊരുവിധ നിയന്ത്രണങ്ങളും നിലവിലില്ല. സ്വയം നിയന്ത്രണം പാലിക്കണം. കോവിഡ് കാലത്ത് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അതേപോലെയുള്ള ഭരണ നേതൃത്വത്തിലുള്ളവർ നമ്മളോട് പറഞ്ഞ സ്വയം നിയന്ത്രണത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം മാത്രമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ആഹ്വാനം എന്ന് പറയുമ്പോൾ ഈ വിദേശയാത്രയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട വേറെയും പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. തൽക്കാലം ഈ സ്വർണം വാങ്ങുന്നത് നമ്മൾ കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കണം. പിന്നെ പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഈ വിദേശയാത്രയ്ക്ക് വേണ്ട എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ എത്തിപ്പെടുന്ന സ്ഥലം അത് ഈ സംഘർഷ മേഖലാ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരെ രക്ഷിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ശ്രമകരമായ ദൗത്യമാകും. തീർച്ചയായിട്ടും. ഇപ്പോൾ അത്രയും വലിയൊരു രക്ഷാദൗത്യം പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അഭികാമ്യം. അതാണ് ഒന്നാമത്തെ കാരണം. 2, ഈ ഇന്ധന പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഉണ്ട്. ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിനും വില വർധനവ് വന്നിട്ടുണ്ട്, അതിനും ക്ഷാമം ഉണ്ടാകും. വിമാനത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുമ്പോൾ നമ്മുടെ യുദ്ധവിമാനങ്ങൾക്കടക്കം വേണ്ട റിസർവുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഏതാണ്ട് 40-45 ദിവസത്തെ കരുതൽ ശേഖരമാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. അത് ആ കരുതൽ ശേഖരം പ്രതിരോധ ആവശ്യങ്ങൾക്കും പ്ലസ് നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ കരുതൽ റിസർവ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുപോവുകയാണ്. പക്ഷേ സ്ഥിതിഗതികൾ വഷളാകുകയാണെങ്കിൽ ആ നിയന്ത്രണത്തിൽ താളം തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ തൽക്കാലം വിമാനയാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. പിന്നെ അതിന് കൂടാതെ വിദേശത്തേക്കാണ് പോകുന്നതെങ്കിൽ ഈ വിദേശ നാണയ വിനിമയവും പ്രശ്നമാണ്.
മനസ്സിലായോ? നമുക്ക് ഈ ഡോളർ വിനിമയം നമ്മുടെ നിലവിൽ നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് വളരെ മോശമാണ്. കാരണം അറിയാമല്ലോ, കാര്യം നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇറക്കുമതി കൂടി നിൽക്കുന്നു. പെട്രോൾ ഡീസലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥ, അല്ലെങ്കിൽ മറ്റ് യുദ്ധം ആയതുകൊണ്ട് തന്നെ പൊതുവിലൊരു മരവിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് വളരെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഈ വിദേശയാത്രയൊക്കെ പോകുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. നമ്മുടെ രൂപ കണ്ടമാനം എന്താ പറയുക, അതിൻ്റെ മൂല്യം ഇടിഞ്ഞു താഴുന്നതിന് കാരണമാകും. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ധന പ്രതിസന്ധി, സുരക്ഷാ കാരണങ്ങൾ, ഈ ചെന്ന് പെടുന്ന സ്ഥലം ഈ യുദ്ധമേഖലയിൽ പെട്ട ഏതെങ്കിലും ആണോ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഈ യുദ്ധം നടക്കുന്ന അയൽ രാജ്യങ്ങളിൽ എവിടെയായിരിക്കാം, അവിടെയും പക്ഷേ പുതിയ സാഹചര്യത്തിൽ എവിടെയും ആക്രമിക്കപ്പെടാം എന്നുള്ളൊരവസ്ഥ ഉണ്ട്. ഇറാൻ അങ്ങനെ അങ്ങനെ നോക്കുന്നില്ല, കിട്ടുന്നിടത്തൊക്കെ വെച്ച് അലക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വക്രീകരിച്ച് പർവ്വതീകരിച്ച് ഇങ്ങനെ ഒരു വല്ലാത്തൊരു അല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വക്രീകരിച്ചിട്ടാണെങ്കിൽ പോലും അത് വാർത്തയായ നല്ലതാണെന്ന് കരുതുന്നു. കാര്യം അങ്ങനെയെങ്കിലും ഇത് യഥാർത്ഥ വസ്തുത ജനങ്ങളിലേക്ക് എത്തും. അതിൽ പ്രധാനമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ ഈ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത് സാധാരണ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ആളല്ല പ്രധാനമന്ത്രി. എന്നാൽ അദ്ദേഹം ഇപ്പോൾ എക്സിലൂടെ അത് പ്രതികരിച്ചിട്ടുണ്ട്. അല്ല, അതിന് കാരണമുണ്ട് ചേട്ടാ. കാരണം അദ്ദേഹം ഇങ്ങനെ വിദേശ യാത്ര വേണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ 5 രാജ്യങ്ങൾ 6 ദിവസം നടക്കുന്ന ഒരു ടൂർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക പരിപാടിയാണ്. അപ്പൊ അതിന് പരിഹാസ രൂപേണ ഇവിടെ പ്രതിപക്ഷം അടക്കം ചില മാധ്യമങ്ങളടക്കം അതിനെ പരിഹസിക്കുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത്. അപ്പൊ അതും കൂടി ഉണ്ട് അതിന്റെ. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു അത് രാജ്യത്തിന്റെ ഔദ്യോഗികമായ നയതന്ത്രപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ പ്രധാനമന്ത്രി പോകുന്നതിന് അങ്ങനെ അത്ര കണ്ട് കളിയാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടോ? അങ്ങനെ കളിയാക്കലിന്റെ ആവശ്യം ഏതായാലും ഇത് പൊതുജന മധ്യത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിന് മറുപടി അദ്ദേഹം പറഞ്ഞതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഏതായാലും പ്രേമേ, ഈ പറയുന്ന പോലെ ക്രൂഡ് ഓയിലിന്റെ വില വർധനവ്, പിന്നെ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ സാഹചര്യം, ഇതിനൊക്കെ കൂടെ ചേർത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. കാര്യം രാജ്യം അത്ര കണ്ടൊരു വല്ലാത്ത സിറ്റുവേഷനിൽ, കാര്യം ഹോർമൂസിലെ ഈ വിഷയമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇനി ഹോർമൂസ് കടലെടുക്ക് ഇറാൻ തുറന്നു കൊടുക്കണമെന്നില്ലല്ലോ. എങ്കിൽ പോലും LPGയുടെ 1-2 കപ്പലൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലോകം ശ്രദ്ധിക്കുന്ന ഈ ഒരു വിഷയം ഉള്ളപ്പോൾ പൊതുവിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഇന്നതൊക്കെയാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രി പറയുന്ന കാര്യം, അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമെന്നല്ല, ഇപ്പോൾ വാർത്തകൾ വല്ലാതെ കണ്ടങ്ങ് ഒരു അല്ലേ വേണ്ടാത്തത്, അതായത് വിവാദമാണ് മെയിനായിട്ട് നോക്കുന്നത്. വിവാദത്തിലാണ് ഫോക്കസ്. എന്തോ ആയിക്കോട്ടെ, ഏതായാലും ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ വില വർധനവ് അല്ലെങ്കിൽ അതിൻ്റെ ക്ഷാമം, അതിനെ സംബന്ധിച്ചൊരു ആശ്വാസ വാർത്ത ഉണ്ട്. ഇപ്പൊ പ്രധാനമന്ത്രി വിദേശത്ത് പോയതാണല്ലോ, യു എയിൽ പോയപ്പോൾ അവിടെ നിർണായകമായ ഒരു കരാർ ഒപ്പിട്ടു. ആ കരാറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉടനെ ഇല്ലെങ്കിൽ തന്നെയും ഭാവിയിൽ ഒരു വർഷത്തിനകം എന്ന് കരുതാം തൽക്കാലം, അപ്പോഴെങ്കിലും ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും. ഈ പറയുന്ന ഇറാൻ അമേരിക്ക സംഘർഷം എത്ര കാലം നീളും, ഇനി ഇപ്പോൾ അവസാനിച്ചാലും പിന്നീട് ആവർത്തിക്കപ്പെടില്ല എന്നൊന്നും ഒരു ഉറപ്പുമില്ല. അപ്പോൾ UAE ഇപ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ ഒരു ബമ്പർ ലോട്ടറി അല്ലെങ്കിൽ ഒരു വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തുറന്നു നിൽക്കുകയാണ്. അവരുടെ കരുതൽ ശേഖരം ഇന്ത്യയിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാം. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ആവശ്യമുള്ളത്രയും നമുക്ക് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ലളിതമാണ് കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, ആ നയതന്ത്ര ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി പോയത്. അത് വെറും 3 മണിക്കൂറിനുള്ളിൽ അത് സാധിച്ചു എന്നുള്ളതും മനസ്സിലാക്കാം. മാത്രമല്ല മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയതും ഇതേപോലെ ഈ ഇപ്പോ അദ്ദേഹം പോയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന രാഷ്ട്രങ്ങൾ തന്നെയാണ്. അപ്പൊ ആ സമയത്താണ് ഒരു വാർത്ത ഈ രീതിയിൽ വരുന്നതും കയറെടുത്തു അല്ലേ. ഏതായാലും അങ്ങനെ ആകട്ടെ. ഏതായാലും നല്ല കാര്യം. അത് അതിന്റെ പേരിലെങ്കിലും അതിന്റെ വസ്തുത ജനങ്ങളിലേക്ക് എത്തിയല്ലോ, നല്ല കാര്യം.